ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഷോർട്സ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സാധാരണ ഷോർട്സ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവർ ഒന്നുകിൽ അവരുടെ ഓൺ കണ്ടൻറ്റ് എടുത്ത് ഷോർട്സ് ആയിട്ട് ചെയ്യുന്നുണ്ടാകും. അതല്ലെങ്കിൽ കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഷോർട്സിൽ നല്ല വ്യൂസ് വരുന്നത് കൊണ്ട് മറ്റുള്ളവരുടെ കണ്ടൻറ്റ് എടുത്തിട്ട് നമ്മളതിൽ ഓഡിയോ ഒക്കെ മിക്സ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള കണ്ടൻറ്റിന് നല്ല റീച്ചായിരിക്കും. പക്ഷെ നമ്മുടെ വോയിസ് ഓവർ കൊടുത്തിട്ട് ചെയ്യുന്ന കണ്ടൻറ്റ് പൊതുവെ വ്യൂസ് കുറവും. മറ്റുള്ളവരുടെ കണ്ടൻറ്റ് എടുത്തിട്ട് നമ്മൾ ഷോർട്സ് ആക്കി ഇടുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കിട്ടുന്നത് എടുത്തിട്ട് വോയിസൊക്കെ മാറ്റി കൊടുത്തിട്ട് ചെയ്യുമ്പോൾ നല്ല വ്യൂസ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടി വരുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു വീഡിയോ മറ്റുള്ളവരുടെ കോപ്പിറൈറ്റ് മാച്ച് ടൂളിൽ കാണിക്കുന്നുണ്ടാകും. അങ്ങനെ നമുക്ക് സ്ട്രൈക്ക് വരാം. ഇനി നമ്മൾ ചിലപ്പം വളരെ കുറഞ്ഞ സെക്കൻഡുകളാണ് ഉപയോഗിക്കുന്നതെങ്കിലും അവിടെ കോപ്പിറൈറ്റ് മാച്ച് ടൂളിൽ കാണിക്കും. അങ്ങനെ നമുക്ക് സ്ട്രൈക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അതല്ല, അയാൾ അത് കണ്ടിട്ടില്ല, ആ ഒരു മാച്ച് ടൂളിൽ കാണിക്കുന്നില്ല, നമ്മളൊരു 10 സെക്കൻഡല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്, അത് പ്രശ്നമാകില്ല എന്ന് വിചാരിച്ച് നമ്മൾ യൂസ് ചെയ്താൽ തന്നെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു സമയത്തും നമുക്ക് സ്ട്രൈക്ക് വന്നേക്കാം. ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് യൂട്യൂബിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്കറിയാം, മറ്റുള്ളവരുടെ കണ്ടൻറ്റ് എടുത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുമെന്നുള്ളത്. അപ്പോൾ ഷോർട്സ് കണ്ടൻറ്റ് ഒരിക്കലും നമ്മൾ അവരുടെ കണ്ടൻറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഷോർട്സിൽ മറ്റുള്ളവരുടെ കണ്ടൻറ്റ് യൂസ് ചെയ്യാൻ യൂട്യൂബ് തന്നെ ഒരുപാട് മാർഗ്ഗങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ പുതിയ കൊളാബ് ചെയ്ത് വീഡിയോ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ റീമിക്സ്, കട്ട്സ്, ഇതൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും നമ്മൾ ഒരു വീഡിയോ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ കണ്ടൻറ്റിൽ അത് ഷോർട്സ് ആയിട്ട് മാക്സിമം ഉപയോഗിക്കാതിരിക്കുക. ഫെയർ യൂസിങ്ങിന് ഉൾപ്പെടുത്താമെന്ന് യൂട്യൂബ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണത്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കൊളാബ് അതല്ലെങ്കിൽ റീമിക്സ് ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, അത് നമ്മൾ ഏത് വീഡിയോ ആണ് ഉപയോഗിക്കുന്നത് അയാളുടെ ഓൺ കണ്ടൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അയാളും ഇതുപോലെ യൂട്യൂബ് പോളിസിക്ക് അനുസരിച്ചിട്ടല്ലാത്ത ഒരു ഷോർട്സ് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അതിൽ പോയിട്ട് നമുക്ക് റീമിക്സ് അത് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ കൊളാബൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ചാനലിനെയും ബാധിക്കാം. അപ്പോൾ ഈ രീതിയിൽ ഷോർട്സ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ നമുക്കറിയാം, ഷോർട്സ് കണ്ടൻറ്റ് ആയാലും മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാൻ 10 മില്യൺ ഷോർട്സ് വ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആകും. അപ്പോൾ റവന്യൂ നേടണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടായിരിക്കും ഈ ക്രിയേറ്റേഴ്സൊക്കെ യൂട്യൂബ് ചാനലിലേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ പെട്ടെന്നൊരു ദിവസം നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്കൊക്കെ ചെയ്ത് വന്നിട്ട് പെട്ടെന്നൊരു ദിവസം നമ്മുടെ ചാനൽ യൂട്യൂബിൽ നിന്ന് ടെർമിനേറ്റ് ആവാതിരിക്കാൻ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ, ഷോർട്സ് അല്ലാത്ത വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിൽ അതിൽ മോണിറ്റൈസേഷൻ ഓൺ ഓഫ് എന്ന് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്സ് മോണിറ്റൈസേഷൻ ഓൺ ആക്കി കൊടുക്കാൻ കഴിയുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ആ ഷോർട്സിൽ മോണിറ്റൈസേഷൻ ഓൺ ആകുന്നതാണ്. അപ്പോൾ അതിൽ ആഡ്സ് വരുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു ഷോർട്സ് നമ്മുടെ മോണിറ്റൈസേഷൻ പോളിസിക്കെതിരാണെങ്കിൽ, ഇൻ കേസ് നമ്മുടെ റീയൂസ്ഡ് ആണെങ്കിൽ, ഒരു 10 സെക്കൻഡുള്ള ആ ഒരു വീഡിയോ മതി നമ്മുടെ ചാനലിലെ മോണിറ്റൈസേഷൻ നഷ്ടമാകാൻ എന്നുള്ളത് നിങ്ങൾ ഇതിനോടുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ മോണിറ്റൈസേഷൻ പോവാനും ഇത് ചാൻസ് ഉണ്ട്, റീയൂസ്ഡ് വരാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല, നമ്മുടെ ചാനൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കൊക്കെ വന്നിട്ട് ടെർമിനേറ്റ് ആകാൻ വരെ ഈ ഷോർട്സിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരുപാട് പേരുടെ റീയൂസ്ഡ് വരുന്നുണ്ട്, ചാനൽ ടെർമിനേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഷോർട്സ് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പം മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.